നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞത് തീർച്ചയായും കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ് നമുക്കറിയാം. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ എല്ലാവർക്കും ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കപ്പെടുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കപ്പെട്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ കുരുക്കിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ED ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യൽ മാത്രമല്ല, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ, അത് ബിനാമി പേരുകളിൽ ശേഖരിച്ചതടക്കമുള്ള വിവരങ്ങൾ EDക്ക് ലഭ്യമായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ബന്ധവും ഏതാണ്ടൊക്കെ വ്യക്തതയുണ്ട്. സാമ്പത്തിക ഇടപാടടക്കം നടത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ പോലും ഇപ്പോൾ EDയുടെ പക്കലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മാത്രമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി സിവിൽ കേസുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ തന്നെ പല കോടതികളിലും ഉണ്ടായിരുന്നു. അതൊക്കെ ബന്ധുക്കളുടെ പേരിൽ മറ്റും ബിനാമി സ്വത്തായി വാങ്ങിയതായിരുന്നു. അതൊക്കെ ഇപ്പോൾ സെറ്റിൽ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്ര പൂജാരി മാത്രമായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ കുറഞ്ഞ കാലയളവിൽ ഇത്രയേറെ സ്വത്തുക്കൾ എങ്ങനെ കൈവശപ്പെടുത്തി എന്നുള്ള ചോദ്യമാണ് ED പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, വട്ടിപ്പലിശയ്ക്ക് പണം കടം കൊടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ച് ലൈസൻസ് ഇല്ലാതെ പണം വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. അതിൻ്റെ എല്ലാ വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ പണം കടം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെ ബാങ്ക് പലിശയേക്കാൾ ചെറിയൊരു തുക മാത്രമേ ഈ ലൈസൻസ്ഡ് ആണെങ്കിലും ഈടാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതൊന്നുമല്ലാതെ കൂടിയ പലിശയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും ഒരു കേസ് കൂടി എടുക്കാൻ നിർബന്ധിതമാവുകയാണ് SIT എന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും വീണ്ടും കസ്റ്റഡിയിലെടുത്താൽ അത് പോറ്റിയെ ചൊടിപ്പിച്ചേക്കുമെന്നും സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട മന്ത്രിമാരുടെ വിശദ വിവരങ്ങളെല്ലാം തീർച്ചയായും പുറത്തു വരുമെന്നും ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് പോകാതിരിക്കാനാണ് കുറ്റപത്രം സമർപ്പിക്കാതെ SITയെ ഒരു നിർവീര്യമാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ടാണ് ഇത്രയെങ്കിലും നീക്കം നടന്നത്. പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാതെ ഒളിച്ചു കളിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കാതിരുന്നാൽ മാത്രമേ ഇവർക്കൊക്കെ ജാമ്യം അനുവദിക്കുകയുള്ളൂ. ജാമ്യം അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും ഇവരൊക്കെ അസ്വസ്ഥരാകുകയും ഇവരൊക്കെ പേരുകൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ആ സാഹചര്യം ഒഴിവാക്കാനാണ് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് SIT ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭാഗികമായെങ്കിലും ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടേണ്ടതാണ്. ഭാഗികമായ കുറ്റപത്രം പോലും നൽകാതെ, അഭാഗിക കുറ്റപത്രം നൽകിയിരുന്നെങ്കിൽ പോലും ഇവർ ജാമ്യത്തിന് അർഹരാകുമായിരുന്നില്ല. എന്നാൽ ഭാഗികമായ കുറ്റപത്രം പോലും നൽകാതെയാണ് ഒളിച്ചു കളിക്കുന്നത്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒന്നും സംഭവിക്കാത്തതുപോലെ ചിരിച്ചുകൊണ്ട് താൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന കൃത്യമായ സന്ദേശം ലഭ്യമായിട്ടുള്ളതുപോലെയുള്ള ചിരിയും സന്തോഷവും ഒക്കെ ആയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ ജയിലിന് പുറത്തു വന്നത്. നമ്മളത് കണ്ടതാണ്. SITയിൽ കാര്യമായ അന്വേഷണം വിശ്വാസവും ഒന്നും EDക്കുമില്ല. കേസന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളിൽ നിന്ന് SIT എടുത്ത മൊഴിപ്പകർപ്പുകളും അനുബന്ധ രേഖകളും നേരത്തെ ED ആവശ്യപ്പെട്ടിരുന്നു. അവ കൈമാറാൻ തയ്യാറാണെന്ന് ശശിധരൻ സമ്മതിച്ചതുമാണ്. എന്നാൽ ED ഇതുവരെ ഏറ്റുവാങ്ങാത്തത് അവർക്ക് ഇവരെ താല്പര്യമില്ലാത്തതുകൊണ്ടും അന്വേഷണം കൃത്യമല്ല എന്ന് ബോധ്യമുള്ളതിനാലുമാണ്. സ്വന്തം നിലയ്ക്ക് പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകാനാണ് EDയും ആലോചിക്കുന്നത്. കേരളത്തിലെ SIT സംഘത്തെ ഒരു തരത്തിലുള്ള വിശ്വാസവും EDക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമായിരുന്നിട്ട് കൂടി ഒരല്പം പോലും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഇതുവരെ SIT സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മന്ത്രിയിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും ഒക്കെ എത്തുമ്പോൾ അവിടെ അന്വേഷണം നിന്നു പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.